Good morning. Good morning, Miss. Morning. Good morning, ma'am. Good morning. Good morning, ma'am. Good മിസ്സിനെ morning. കാണാറില്ലല്ലോ. മിസ് ട്രിപ്പിലായിരുന്നു അല്ലേ? Hello. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ, സുഖമില്ലാതെ. എന്തു പറ്റി മിസ്സിന്? എനിക്ക് ബ്ലഡിൽ ഫുഡിന് ഇൻഫെക്ഷൻ ആയതാണ്, പനിയായിരുന്നു. ഇപ്പൊ ഓക്കെ ആയാ? ഓക്കെ ആയി, ശരിയായി വന്നു. കുറെ ദിവസമായില്ലേ കണ്ടിട്ട്. ആ, കൊറേ ദിവസായില്ലേ? ഓക്കെ, ഇപ്പൊ ഓക്കെ ആയി. ഓക്കെ, കേൾക്കാമോ? Chapter 7, Disaster Management. Okay. ജോബ് സർവറിന് വിവരമൊന്നുമില്ലേ നിങ്ങള്? Happy wedding anniversary, Sadhura. പേജ് നമ്പർ ഒന്ന് മാർക്കിന് പറഞ്ഞു കൊടുക്കണേ. ഡിസാസ്റ്റർ മാനേജ്മെന്റ്. മൊഡ്യൂൾ 4 ചാപ്റ്റർ ആണ്. Disasters have been in existence ever since the history of mankind and have molded the destiny of Earth and its people. The disaster event affects every community and no community is free from it. The disasters may be the second major human problem after war, in respect of monetary damage and the number of people killed or affected. Millions of people fall victims annually by natural disasters and results in a number of deaths, sufferings, and economic losses. And the poorest countries are mostly affected by disasters, economically and socially. Disaster management can be defined as organization and management of resources and responsibilities for dealing with all humanitarian aspects of emergencies. Okay. Disaster. എന്താണ് ഡിസാസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? നമ്മളുടെ കേരളം കൊണ്ട് ഏറ്റവും വലിയൊരു ഡിസാസ്റ്റർ എന്തായിരുന്നു ഈ ഒരു കുറച്ച് നാൾക്ക് മുന്നേ? ഫ്ലഡ് അല്ലേ? 2018 ഫ്ലഡ്, വെള്ളപ്പൊക്കം. ഓക്കെ, നമ്മളത് എങ്ങനെ മാനേജ് ചെയ്തു? ഒരുപാട് സമയം എടുത്തു അല്ലെ? അതിൽ നിന്ന് കരകയറാനായിട്ട് ഒരുപാട് സമയം എടുത്തു. എല്ലാവർക്കും വീടുകളൊക്കെ നഷ്ടപ്പെട്ടു. പലർക്കും എന്താണ് പലതും നഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു എന്താ 2018 പ്രളയം. ഓക്കെ, ദെൻ വയനാട് ദുരന്തം, ഈ അടുത്ത് നടന്ന വയനാട് ദുരന്തം. ഒരു കമ്മ്യൂണിറ്റിക്ക് മൊത്തമായിട്ട് ഡിസാസ്റ്റർ, ദുരന്തം സംഭവിക്കുന്നതിനാണ് നമ്മൾ അതിനെ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അല്ലെ? ഒരു ദുരന്തമായിട്ട് കമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ മനുഷ്യർക്കും ഒരേപോലെ തന്നെ എന്താണ് അത് അപായപ്പെടുന്ന സമയത്താണ് നമ്മൾ അതിനെ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്, ഡിസാസ്റ്റർ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു കാലഘട്ടം എടുത്ത് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും കൂടുതൽ മുന്നിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? അതെങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ആരെയായിരിക്കും അത് അഫക്ട് ചെയ്യുന്നത്? ഒരു കമ്മ്യൂണിറ്റിനെ തന്നെ അല്ലെ? ഹ്യൂമൻ ബീങ്സിനെ മൊത്തമായിട്ടും അല്ലെ? എല്ലാ ജീവജാലങ്ങളെയും അത്
എന്താണ് ഡിസാസ്റ്റർ ബാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഹ്യൂമൻ ബീങ്സ്. ഒരു കമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹ്യൂമൻ ബീങ്സിന് തന്നെയാണ് അല്ലെ. അപ്പൊ ആരും തന്നെ ഒരു കമ്മ്യൂണിറ്റി ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. സംഭവിക്കുന്ന സമയത്ത് എന്താണ് എല്ലാവരും അത് ഒരേപോലെ തന്നെ അത് അനുഭവിക്കേണ്ടി വരും. The disasters may be the second major human problem after war. മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വാറാണ് അല്ലെ, യുദ്ധ കാലഘട്ടമാണ്. ആ ഒരു സമയത്ത് വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ് മറ്റൊരു സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്താണ് ഡിസാസ്റ്റർ, അത് ദുരന്തം തന്നെയാണ്. വാറിന് ശേഷം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു വലിയൊരു സംഭവം അല്ലെങ്കിൽ ദുരന്തം എന്ന് പറയുന്നത് ഡിസാസ്റ്റർ തന്നെയാണ്. ഓക്കെ, ആ ഒരു സമയത്ത് ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മൾക്ക് ഒരുപാട് പേര് മരിക്കുന്നു അല്ലെ, ഒരുപാട് പേർക്ക് എന്താണ് വീടുകൾ നഷ്ടപ്പെടുന്നു, നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. പിന്നെന്താണ് ഒരുപാട് പേര് മൊത്തം ലൈഫ് പോവാണ് അല്ലെ. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് മൊത്തത്തിലുള്ള ലൈഫ് നമുക്ക് പോവാണ്. എക്കണോമിക്കലി സോഷ്യൽ ആയിട്ടൊക്കെ എന്താണ് അത് കമ്മ്യൂണിറ്റി തന്നെ വീക്ക് ആവും. ഒരുപാട് പേരെന്താണ് മില്യൺസ് ഓഫ് പീപ്പിൾ ഫോർ വിക്ടിംസ് ആനുവലി ബൈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലെ. അല്ലാതെ തന്നെ എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റർ, നാച്ചുറൽ കലാമിറ്റി, പ്രകൃതി ദുരന്തങ്ങൾ വഴി തന്നെ ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. നമ്പർ ഓഫ് ഡെത്ത്സ് ഒരുപാടാണ്. ദെൻ സഫറിംഗ് ഇക്കണോമിക് ലോസസ്. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ നശിക്കുന്നു. അവരുടെ ഇക്കണോമിക് സ്റ്റാറ്റസ് വരെ ഇല്ലാതാവുകയാണ്. And the poorest countries are mostly affected by disasters economically and socially. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? പൂവറസ്റ്റ് കൺട്രീസിനെ, ദരിദ്ര രാജ്യങ്ങളെയാണ് ഇത്തരത്തിലൊരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? ദരിദ്ര രാജ്യങ്ങളാണ്. അവര് ഇക്കണോമിക്കൽ ഇംബാലൻസ് ഇല്ലായി പോകുന്നത് ഇത്തരത്തിലൊരു ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുന്ന സമയത്താണ്. അപ്പൊ നമ്മൾ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വരുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇങ്ങനെ അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എങ്ങനെ ഡിഫൈൻ ചെയ്യാം ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ്? ദുരന്ത നിവാരണത്തെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Disaster management can be defined as organizational management of resources and responsibilities for dealing with all humanitarian aspects of emergencies. അതായത് ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത്, ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ആ ഒരു കമ്മ്യൂണിറ്റിനെ അല്ലെ അതിനെ കംപ്ലീറ്റ്ലി ഡീൽ ചെയ്യാൻ സാധിക്കുന്നത്, കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതിനാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ് ചെയ്യാന്ന് പറയുന്നത് അല്ലെ. ഒരു കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് അല്ലെ. എന്തായാലും ഒരു ദുരന്തം സംഭവിച്ചു, പക്ഷെ അതിനെ നമുക്ക് അങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ് മനുഷ്യന്റെ ജീവിതങ്ങളാണ് അല്ലെ. ദെൻ അപ്പൊ എന്താണ് അതിനെ കൺട്രോൾ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്താ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന വഴി. ആ ഒരു വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ് എന്താ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടത്തെ ആ ഒരു സിറ്റുവേഷൻ മറികടക്കുക എന്നുള്ളത്. ഓക്കെ, അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ പെർട്ടിക്കുലർ പ്രിപ്പയർനെസ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി ഇൻ ഓർഡർ ടു റെഡ്യൂസ് ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ മാനേജ് ചെയ്യുമ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊന്നുള്ള പ്രിപ്പയർഡ് ആവുന്നു അല്ലെ. അതെങ്ങനെ മാനേജ് ചെയ്യുന്ന വ്യക്തമായ പ്ലാൻ തയ്യാറാക്കുന്നു, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു, ആ പ്ലാൻ എങ്ങനെ നമുക്ക് നടപ്പിലാക്കാം, അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാം എന്ന രീതിയിലായിരിക്കും ആ ഒരു ഡിസാസ്റ്റർമെന്റ് പ്ലാനിങ് നടക്കുന്നത്. ഓക്കെ, ആ പ്ലാനിങ്ങിലൂടെയാണ് ബാക്കി ആഫ്റ്റർ ഇഫക്ട്സ് സംഭവിച്ച ബാക്കിയുള്ള എല്ലാ കമ്മ്യൂണിറ്റിയും നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത്. ഇങ്ങനെയാണ് മൊത്തത്തിലൊരു ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് ഏത് തരം ഡിസാസ്റ്റർ ആയിക്കോട്ടെ, ഏത് തരം ദുരന്തമായിക്കോട്ടെ, എങ്കിലും എങ്ങനെയാണ് അതിനെ തിരിച്ചു കൊണ്ടുവരുന്നത് ഈ ഒരു 3 പ്രൊസീജിയറിൽ കൂടി തന്നെയായിരിക്കും. വ്യക്തമായൊരു പ്രിപ്പയർനെസ് ഉണ്ടായിരിക്കും, റെസ്പോൺസ് ഉണ്ടായിരിക്കും, റിക്കവറി ഉണ്ടായിരിക്കും. ഈ 3 രീതിയിലായിരിക്കും പ്ലാനിങ്ങുകൾ നടക്കുക. ഓക്കെ, അതാണ് അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡിസാസ്റ്ററിന് WHO എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. വായിച്ചു നോക്കിയേ disaster definition. WHO defines disaster as any occurrence that causes damage, disruption. ഇവിടെ ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ ആക്കണം കേട്ടോ.
ഇക്കോളജിക്കൽ ഡിസ്റപ്ഷൻ മാറ്റിയേ. പാരിസ്ഥിതിക തകർച്ച കേട്ടോ. ഇക്കോളജിക്കൽ, ECOLOGICAL, ഇക്കോളജിക്കൽ ഡിസ്റപ്ഷൻ എന്നാക്കും കേട്ടോ. ഓക്കെയോ? Ecological disruption ആക്കാം. Then loss of human life, deterioration of health and health services. അതവിടെ വരെ നിൽക്കട്ടെ കേട്ടോ. ഓക്കെ, ഇപ്പൊ ഒരു ഡിസാസ്റ്റർ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താം? ഡാമേജ്. ഡാമേജ് എന്താണ്? നാശം അല്ലെ? ഡാമേജ് മീൻസ് നാശം. ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ എന്ന് പറഞ്ഞാലോ പാരിസ്ഥിതിക തകർച്ചകൾ അല്ലെ? പാരിസ്ഥിതിക തകർച്ചകൾ. ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്താണ്? മനുഷ്യജീവൻ നഷ്ടപ്പെടൽ അല്ലെ? മനുഷ്യജീവൻ നഷ്ടപ്പെടൽ. Then deterioration എന്താണ്? deterioration മൊത്തത്തിലുള്ള ഒരു തകർച്ച അല്ലെ? മൊത്തത്തിലുള്ള ഒരു നാശനഷ്ടം, മൊത്തത്തിലൊരു തകർച്ച. എന്തിന്? ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസസ്. എവിടെയാണ് തകർച്ച സംഭവിക്കുന്നത്? ആരോഗ്യ സംവിധാനം, ആരോഗ്യത്തിനും അതുപോലെ ആരോഗ്യ സംവിധാനങ്ങൾക്കും ആയിരിക്കും എന്ത് ഏറ്റവും കൂടുതൽ തകർച്ച, ഡിറ്റോറിയേഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? അപ്പോ ഒരു ഡാമേജ്, ഡിസ്ട്രപ്ഷൻ, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഡിറ്റോറിയേഷൻ. നിങ്ങൾ ഇങ്ങനെ എഴുതാൻ ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ പറയുന്ന പോലെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. Disaster means 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 that any disaster means that any occurrence 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 that causes പിന്നെ താഴെ കിടക്കുന്നത് തന്നെയാണ് കേട്ടോ. ഡാമേജ്, ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ. PDF കാണുന്ന തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഡിസ്ട്രപ്ഷൻ, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് or deterioration of health services on a scale sufficient to അവിടെ തന്നെ കിടപ്പുണ്ട്. ബാക്കി അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. Sufficient to warrant an extraordinary response from outside the affected community or area. WHO എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ഡിസാസ്റ്റർ മീൻസ് പഠിച്ചു നോക്കണോട്ടോ. ഡിസാസ്റ്റർ മീൻസ് എന്താണ്? That any occurrence that causes damage, destruction, loss of human life, deterioration of health and health services on a scale sufficient to warrant an extraordinary response from outside affected community or area. അതായത് നാശം, പാരിസ്ഥിതിക തകർച്ച, മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടൽ അല്ലെങ്കിൽ ആരോഗ്യ സേവനങ്ങളുടെ തകർച്ച എന്നിവയ്ക്ക് കാരണമാകുന്ന ഏതൊരു തരം സംഭവത്തെയും അല്ലെ ഏതൊരു തരം ദുരന്തത്തെയുമാണ് അത് ഒരു സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു ബാധിത സമൂഹത്തിനോ പ്രദേശത്തിനോ പുറത്ത് അസാധാരണമായിട്ടുള്ള ആ ഒരു പ്രക്രിയ നടക്കുന്നതിനെയാണ് നമ്മള് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നു?
ഡാമേജ് ഉണ്ടാവുന്നു, ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നു, ഹ്യൂമൻ ലൈഫ് നഷ്ടപ്പെടുന്നു, ആരോഗ്യ സംവിധാനങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു. ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതാവുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് എന്ത്, ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു മൊത്തം കമ്മ്യൂണിറ്റിനെ അല്ലെങ്കിൽ ഒരു ഏരിയയെ തന്നെ ആയിരിക്കും അത് ടോട്ടലി അത് ബാധിക്കുന്നത്. മനസ്സിലായോ? എന്താണ് ഡിസാസ്റ്റർ എന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ ഡിസാസ്റ്ററിനെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്, 3 കാറ്റഗറീസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. ഓക്കെ, എക്സ്റ്റേണൽ ഡിസാസ്റ്റർ, ഇന്റേണൽ ഡിസാസ്റ്റർ ആൻഡ് മേജർ ഡിസാസ്റ്റർ. ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി കേട്ടോ. നമുക്ക് അറിയുന്ന കാര്യം പറയാണ്. എക്സ്റ്റേണൽ ഡിസാസ്റ്ററിൽ എന്തൊക്കെയാണ് വരുന്നത്? ട്രെയിൻ ആക്സിഡന്റ്, ബോട്ട് ആക്സിഡന്റ്, കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ്, എക്സ്പ്ലോഷൻ, ഫ്ലഡ്, എയർപ്ലെയിൻ ആക്സിഡന്റ്. എന്താണ് ടോർണാഡോ? എന്താ? ചുഴലിക്കാറ്റ് കേട്ടോ. Then tsunami, earthquake, man-made disaster like riots. Riots എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ? കമ്മ്യൂണൽ റൈറ്റ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മള്? എന്തെങ്കിലും വർഗീയമായിട്ടുള്ള കലാപങ്ങളൊക്കെ മനുഷ്യർ തമ്മിലുള്ള, ഇതാണ് മാൻ-മെയ്ഡ് ഡിസാസ്റ്റർ റൈറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. കമ്മ്യൂണൽ റൈറ്റ്സ് എന്ന് വേണമെങ്കിൽ അവിടെ ഒന്ന് നോട്ട് ചെയ്തോളൂ. കമ്മ്യൂണൽ റൈറ്റ്സ് നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടില്ലേ? മലപ്പുറത്ത് ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടായി, കോഴിക്കോട് ഇന്ന റൈറ്റ്സ് ഉണ്ടായി എന്നൊക്കെ മനുഷ്യർ തമ്മില് യൂണിയൻസ് തമ്മിലൊക്കെ ഉണ്ടായി കേട്ടിട്ടില്ലേ? അതൊക്കെ ഏത് ഡിസാസ്റ്ററിലെയാണ് ഉൾപ്പെടുന്നത്? എക്സ്റ്റേണൽ ആയിട്ടുള്ള ദുരന്തങ്ങളാണ് കേട്ടോ. ട്രെയിൻ ആക്സിഡന്റ്, എക്സ്പ്ലോഷൻസ്, ഫ്ലഡ് ഒക്കെ എന്താണ് എക്സ്റ്റേണൽ ഡിസാസ്റ്ററിൽ. മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഉൾപ്പെടെ എക്സ്റ്റേണൽ ഡിസാസ്റ്ററിനാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, നമ്മള് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ ഡിസാസ്റ്ററിലേക്ക് വരുന്നുള്ളൂ കേട്ടോ. നിങ്ങളിപ്പോ എന്താണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്, വേറെ എന്തോ വിഷയമൊന്നും ആരും ചിന്തിക്കൊന്നും വേണ്ട. ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം കഴിഞ്ഞാലേ നമ്മൾ അതിലേക്ക് വരുന്നുള്ളൂ കേട്ടോ. ഇനി ഇന്റേണൽ ഡിസാസ്റ്റർ എന്തൊക്കെയായിരിക്കും? ഇന്റേണൽ ആയിട്ട് നടക്കുന്ന ദുരന്തങ്ങളാണ്. ഒന്ന് ബോംബ് ത്രെട്ട് അല്ലെ? ബോംബ് ത്രെട്ട്, ബോംബ് ഭീഷണികള്. ദെൻ ഫയർ, ദെൻ മെഡിക്കൽ ഗ്യാസ് ലീക്ക്. ഏതെങ്കിലും തരത്തിലുള്ള കമ്പനീസിലോ അല്ലെങ്കിൽ മറ്റ് ഭയങ്കര എന്താണ് പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും എന്താണ് കമ്പനികൾ തന്നെയല്ലേ, ഏതെങ്കിലും വലിയ വലിയ പൊസിഷൻസിൽ ഇരിക്കുന്നവർ തമ്മിൽ എന്താണ് കൺട്രി ബേസ്ഡ് ആയിട്ടൊക്കെ എന്താണ് മെഡിക്കൽ ഗ്യാസ് ലീക്കേജസ് ഉൾപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള എക്സ്പ്ലോഷൻ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. ദെൻ ബോംബ് ത്രെട്ടും അതുപോലെ തന്നെ അല്ലെ, ഒരു രാജ്യത്തിന് ഭീഷണിയാകുന്ന ഏറ്റവും വലിയൊരു ഡിസാസ്റ്റർ ആണ് ബോംബ് ത്രെട്ടുകള്, ദെൻ ഫയറുകളൊക്കെ. ഓക്കെ, ഇത് രണ്ടും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് ഈ പേരുകളാണ്. മേജർ ഡിസാസ്റ്റേഴ്സ്, മേജർ ഡിസാസ്റ്റേഴ്സ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതുവരെ കണ്ട എക്സാമിലെ മേജർ ഡിസാസ്റ്റേഴ്സിന്റെ പേരുകൾ മാത്രം നോക്കി വെക്കാം കേട്ടോ. ഏതൊക്കെയാണ് മേജർ ഡിസാസ്റ്റേഴ്സ്? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി affected 2 lakh people, 30,000 leave cost. ഏറ്റവും മേജർ ആയിട്ടുള്ള ഡിസാസ്റ്റർ ആണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. നിങ്ങൾ ഇതൊന്നും നോക്കണ്ട, പേര് മാത്രം നോക്കാം കേട്ടോ. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. സൈക്ലോൺ in Andhra Pradesh and Odisha. An interval of every 2 years climbed. എത്ര പേർക്കാണ് ലൈഫ് നഷ്ടപ്പെട്ടത്? 25,000 അല്ലെ? എർത്ത് അല്ലെ, ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് എവിടെയാണ്? ഇൻ ലാറ്റൂർ ഇൻ മഹാരാഷ്ട്ര. 1993 ഏറ്റവും മേജർ ഡിസാസ്റ്റർ ആയിരുന്നു എർത്ത് കേക്ക് അല്ലെ, ഭൂകമ്പം ഉണ്ടായത് എവിടെയാണ്? മഹാരാഷ്ട്ര ഇൻ ലാറ്റൂർ. Then tsunami, southern India coastline. ഓർക്കുന്നുണ്ടോ നിങ്ങൾ സുനാമി വന്നത് ഡിസംബർ 26 അല്ലെ? ഏകദേശം ഒരു 27 lakh പീപ്പിളിനെയാണ് അത് അഫക്ട് ചെയ്തത്. 10,000 മേലെ ആൾക്കാരെ മരിക്കുകയും അതുപോലെ തന്നെ എന്താണ് 2 ലക്ഷത്തിന് മേലെ ആൾക്കാർക്ക് എന്താണ് വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്തത് സുനാമിയില്. ഓക്കെ, അപ്പൊ ഈ 4 പ്രധാന മേജർ ദുരന്തങ്ങളിലെ കാറ്റഗറീസിൽ ഉൾപ്പെടുന്നു. ഇതല്ലാതെ ഇവിടെ പറയാത്ത പേരുകളുണ്ട് അല്ലെ, നമുക്കറിയാം.
ഇത് പ്രധാനമായിട്ട് ഈ 4 പേരുകളാണ് പറഞ്ഞത്. അപ്പോൾ ഈ 4 പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മേജർ ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, സൈക്ലോൺ, എർത്ത് സുനാമി. പേരുകൾ മാത്രം നോട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഹെഡ്ലൈൻസ് മാത്രം ഒന്ന് നോക്കുക. നമ്മുടെ ഡിസാസ്റ്ററിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. എക്സ്റ്റേണൽ ഡിസാസ്റ്റർ, ഇന്റേണൽ ഡിസാസ്റ്റർ, മേജർ ഡിസാസ്റ്റർ. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഡിസാസ്റ്റർ പാരഡിഗം. ആ ഡിസാസ്റ്റർ പാരഡിഗം എന്ന് വെച്ചാൽ അതിന്റെ ഒരു മാതൃക, ആ ഓരോ അക്ഷരങ്ങളും എന്തിനെയാണ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡിസാസ്റ്റർ. എന്താണ് D4? ഡിറ്റക്ഷൻ. എന്താണ് ഡിറ്റക്ഷൻ? ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞ എന്താ? കണ്ടെത്തുക അല്ലെ, കണ്ടെത്തൽ. ഇൻസിഡന്റ് കമാൻഡ്. ഇൻസിഡന്റ് കമാൻഡ് എന്താണ്? കമാൻഡ്. ഇൻസിഡന്റ് കമാൻഡ്. കമാൻഡ് എന്ന് പറഞ്ഞ എന്താ? പറയുകയെന്നാണോ? നിർദ്ദേശം. യെസ് അല്ലെ, ഇൻസിഡന്റ് കമാൻഡ് എന്താണ്? നിർദ്ദേശം അല്ലെ. ആ സംഭവം നമ്മൾ കണ്ടെത്തി, ഡിറ്റക്ട് ചെയ്തു, അതിനുമായി ബന്ധപ്പെട്ട കമാൻഡ് കൊടുക്കുന്നു അല്ലെ. നെക്സ്റ്റ് എന്താ ചെയ്യുന്നുള്ള ഒരു കമാൻഡ് അവിടെ കൊടുക്കുന്നത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. എസ് ഫോർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. കമാൻഡ് ഓർഡർ അല്ലെ. യെസ്, വെരി ഗുഡ്. കമാൻഡ് എന്താണ്? ഓർഡർ ആണ് അല്ലെ. Then S for safety and security. A for assess hazards. S for support. Sorry, assess hazards. ഇങ്ങനെയാണോ എടുക്കുന്നത്? അസസ് ഹസാർഡ്സ് എന്ന് മതി കേട്ടോ. അപകടങ്ങള് വിലയിരുത്തൽ അല്ലെ, ഏതൊക്കെ തരത്തിലാണെന്നുള്ളത് അത് അസസ് ചെയ്യുന്നു. Then triage and treatment. T for triage and treatment. എന്താണ് triage and treatment? triage എന്താണ്? അപകടങ്ങൾ സംഭവിച്ചാൽ ഏറ്റവും ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിനെ നമ്മൾ എന്താണ് എന്ത് ചെയ്യുന്നു? സോർട്ട് ചെയ്തെടുക്കുന്നു അല്ലെ. മേജർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉള്ളവരെ, അതിൽ കുറച്ചുള്ള ഇഞ്ചുറീസ് ഉള്ളവരെയൊക്കെ എന്താണ് നമ്മളിങ്ങനെ സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഡിവൈഡ് ചെയ്തെടുക്കുന്നത് അല്ലെ. ഡിവൈഡ് ചെയ്തതിനു ശേഷമാണ് ആർക്കാണ് ക്രിട്ടിക്കൽ കെയർസ് കൊടുക്കേണ്ടത്, ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് ഇതിനനുസരിച്ചാണ് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, ട്രയേജിന് മുമ്പൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ നിങ്ങള്? ട്രയേജ് ഏരിയയൊക്കെ. ഇവാക്വേഷൻ. ഇവാക്വേഷൻ എന്താണ്? E for ഇവാക്വേഷൻ, ഒഴിപ്പിക്കൽ അല്ലെ. ട്രീറ്റ്മെന്റിന് ശേഷം അവരെ ഒഴിപ്പിക്കുന്നു. റിക്കവറി. റിക്കവറി എന്താ? വീണ്ടെടുക്കൽ. റിക്കവറി. R for റിക്കവറി, വീണ്ടെടുക്കുക. ഡിസാസ്റ്റർ പാരഡിഗം. ഡിസാസ്റ്ററിന്റെ ഒരു ഫുൾ ഓരോ ലെറ്റേഴ്സും ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്നാണ് അവിടെ പറയുന്നത്. ആ ഒരു പാരഡിഗം, അതിന്റെ പാരഡിഗം എന്ന് വെച്ചാൽ എന്താ? മാതൃക അല്ലെ. E for detection, I for incident command, S for safety and security, A for assess hazards, T for triage and treatment, E for evacuation, and R for S for support ആണെന്നാണല്ലേ. ഈ എസ് ഇവിടെ താഴെ വരണ്ടാണ് കേട്ടോ. എസ് ഫോർ സപ്പോർട്ട്. എന്താണ് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു ആശ്വാസം കൊടുക്കുക. എസ് ഫോർ സപ്പോർട്ട്. T for triage and treatment, E for evacuation, and R for recovery. ഈ എയുടെ താഴെയാണ് എസ് വരുന്നത് കേട്ടോ. അവിടെ ഒന്ന് എഴുതി വെച്ചോളൂ. അപ്പൊ ഒരു ഡിസാസ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയോ? എന്താണ് ഒരു ദുരന്തം? ഇത് പൊതുവെയുള്ള നോർമൽ ആയിട്ട് നടക്കുന്ന ഒരു ഇൻസിഡൻസിനെ കുറിച്ചാണ് പറഞ്ഞല്ലേ. അത് ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ ഒരു ഏരിയനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയോ ബന്ധപ്പെട്ട് വരുന്ന ഡിസാസ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി
ഇത് ഹോസ്പിറ്റലിൽ എങ്ങനെയായിരിക്കും ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്നത്? ഹോസ്പിറ്റലിൽ നമ്മൾ എങ്ങനെയാണ് അത് ഡിസാസ്റ്റർ സംഭവിച്ചു എന്ന് പറയാം? എങ്ങനെ പറയും നമ്മളത്? എപ്പോഴാണ് ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്നത്? ആണോ? ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒന്ന് പറഞ്ഞേ. ഫയർ ഉണ്ടാവുന്ന സമയത്ത്. ഓക്കെ, അല്ലാതെ ഇവിടെ ഡിസാസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാല് അല്ലെ, മറ്റ് ഏതെങ്കിലും ഇപ്പൊ ഒരു നാച്ചുറൽ കലാമിറ്റി സംഭവിച്ചു ഇരിക്കാം. ഇപ്പൊ പ്രളയം ഉണ്ടായി. ഇപ്പൊ നമ്മള് വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് എന്താ സംഭവിച്ചത്? നമ്മള് ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ഓരോ ഹോസ്പിറ്റൽസിലും എന്താണ് പേഷ്യൻസിനെ കൊണ്ടുവരുന്നു. പക്ഷെ എന്താണ് നമ്മൾ അവിടെ കണ്ടത്? എല്ലാ പേഷ്യൻസിനെ അവിടെ എടുക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാ പേഷ്യൻസിനും അവിടെ ചികിത്സ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ. അവിടെ റിസോഴ്സസ് ചുരുങ്ങുന്നുണ്ട് അല്ലെ. വിഭവങ്ങള് ദുർലഭമായി വരുന്നത്. അതായത് ഹെവി ഓഫ് പേഷ്യൻസ്, പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്താണ് പേഷ്യൻസ് വരുന്നത്. അവിടെ പ്രിപ്പയർഡ് ചെയ്യാനോ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അവിടെ ഇല്ല. ഓൾറെഡി ഹോസ്പിറ്റൽ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ കൂടി ഒരുപാട് പേഷ്യൻസിനെ ഒരേ സമയം വരുന്ന സമയത്താണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ പേഷ്യൻസിന് അവർക്ക് ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണെന്ന് നോക്കാം. നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇൻ ഹോസ്പിറ്റൽ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലില് ഡിസാസ്റ്റർ മാനേജ് ചെയ്യാനായിട്ട് ഏതൊക്കെ രീതിയിലുള്ള എന്താണ് അതിന്റെ ആവശ്യകത അല്ലെ? ഹോസ്പിറ്റലിന് ആവശ്യകത എന്താണ്? ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് എന്തൊക്കെ പ്ലാനുകളായിരിക്കണം ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിലുടനീളം നോക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ 2-3 ഭാഗങ്ങൾ കുറച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. പിന്നീട് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും, പക്ഷെ മനസ്സിലാക്കാവുന്നുള്ളൂ കേട്ടോ. Need for disaster management plan in hospital. Hospitals play a crucial role in healthcare infrastructure. Hospitals responsible for saving lives. They also provide 24/7 emergency care services, and hence public receive it as main resource for diagnosis, treatment, and follow-up for both physical and psychological care. നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ, ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റവും കൂടുതൽ ഒരു റോൾ വഹിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽസ് തന്നെയാണ്, ആശുപത്രികൾ തന്നെയാണ്. ഒഴിച്ചുകൂടാനാവാത്തൊരു ഫാക്ടർ തന്നെയാണ് അല്ലെ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ആരോഗ്യ രംഗത്ത് എന്താണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള മേഖല തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റൽസ് അല്ലെ. ക്രൂഷ്യലായിട്ടുള്ള റോൾ തന്നെയാണ് അത് വഹിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്? ലൈഫ് സേവിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ. ഹോസ്പിറ്റൽ റെസ്പോൺസിബിൾ ഫോർ സേവിങ് ലൈഫ്സ് അല്ലെ. 24 മണിക്കൂറും സന്നദ്ധ സേവനമായിരിക്കും ഒരു ഹോസ്പിറ്റൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. എമർജൻസി കെയറും അല്ലാത്ത നോൺ എമർജൻസി കെയറും എന്ത് വേണമെങ്കിലും എന്താണ് ഹോസ്പിറ്റൽസ് നമുക്ക് 24 മണിക്കൂറും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഓരോ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പബ്ലിക് എന്താണ് ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റിന് നല്ല രീതിയിലുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുന്നത്. ഓക്കെ, main resources for diagnosis, treatment, and follow-up for both physical and psychological care. Okay, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് തരത്തിലുള്ള സർവീസസ് ആണ് കിട്ടുന്നത്? നമ്മൾക്ക് ഹോസ്പിറ്റലിൽ നിന്നും എന്ത് തരത്തിലുള്ള സർവീസസ് ആണ് കിട്ടുന്നത്? എന്ത് സർവീസസ് ആണ് ഹോസ്പിറ്റലിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്നും അറിയില്ല. നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് നൽകുന്നു, എമർജൻസി കെയർ നൽകുന്നു അല്ലെ. ഫിസിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും എന്താണ് നമുക്ക് നല്ല രീതിയിൽ മെഡിക്കൽ കെയർ നൽകുന്നു. 24 hours നമുക്ക് മെഡിക്കൽ കെയർ നൽകുന്ന ഉത്തരവാദിത്തമാണ് ഹോസ്പിറ്റൽസിനുള്ളത് അല്ലെ. ഗുഡ് സർവീസസ് ആയിരിക്കും. ഓക്കെ, hospitals extend emergency care and hence when disaster
Hence, when a disaster hits the society, falls back upon the hospital to provide instant succor in the form of emergency medical care. Okay. എന്താണ് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് അല്ലെ, ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ഹോസ്പിറ്റൽ ഒരു സക്കോർ എന്ന് പറഞ്ഞാൽ എന്താണ്, സഹായിയായിട്ട് പ്രവർത്തിക്കുന്നതാണ് അല്ലെ. സഹായിയായിട്ട് എമർജൻസി മെഡിക്കൽ കെയർ നൽകുന്നതിന് വേണ്ടി സഹായിയായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നത് അല്ലെ. എന്ത് ലൈഫ് സ്റ്റൈൽ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അതിനുള്ള പരിരക്ഷ ലഭിക്കുന്നതായിരിക്കും അല്ലെ. കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ഉറച്ച ഒരു ഗുഡ് സർവീസസ് തന്നെയായിരിക്കും ഹോസ്പിറ്റലിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. Whenever a hospital or healthcare facility is met by a situation where it has to provide care to a large number of patients in limited time, which is beyond its normal capacity, constitute a disaster for the said hospital. എന്താണ് ഒരു ദുരന്തം, ഒരു ഹെൽത്ത് ദുരന്തം ഉണ്ടായി കഴിഞ്ഞാല് നമുക്ക് ലോട്ട് ഓഫ് ലിമിറ്റഡ് സോഴ്സ് ഓഫ് പേഷ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെ. ആ ലിമിറ്റഡ് ടൈമിൽ ഒരുപാട് നമ്പർ ഓഫ് പേഷ്യൻസ് ആയിരിക്കും അവിടെ വരുന്നത്. ആ ഒരു സമയത്ത് എന്താണ്, disaster for hospital is a temporary lack of resources which is caused owing to sudden influx of unexpected patient load. നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹോസ്പിറ്റലിന് ദുരന്തം സംഭവിക്കുന്ന എന്താണ്, നമ്പർ ഓഫ് പീപ്പിൾ അല്ലെ. ഒരുപാട് നമ്പർ ഓഫ് പേഷ്യൻസ് ഒരു ലിമിറ്റഡ് പീരീഡിനുള്ളിൽ വന്നു ചേരുമ്പോഴാണ് ഹോസ്പിറ്റൽ അത് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത് അല്ലെ. അപ്പൊ ആ സമയത്ത് റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കണമെന്നില്ല, ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. എത്ര പേര് ഒരുപാട് ഇഞ്ചുറീസ് സംഭവിച്ചവരുണ്ടായിരിക്കാം, ക്രിട്ടിക്കലി കെയർ വന്നവരുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ്, ഹോസ്പിറ്റൽ അത് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പൊ ആ ഒരു സമയത്താണ് എന്ത് വരുന്നത്, ഒരു വ്യക്തമായ പ്ലാനിങ്ങിന്റെ ആവശ്യം വരുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റൽ ഡിസാസ്റ്റർമെന്റ് മാനേജ് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ വേണം. കൃത്യമായ ഒരു പ്ലാനിങ്ങിൽ ഇല്ലെങ്കിൽ എന്താണ്, ആ ഒരു സംഭവം ആ ഒരു മാനേജ്മെന്റ് കൃത്യമായി ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ. ഇൻഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫ്ലക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ പേഷ്യൻസിന്റെ ഒഴുക്ക് അല്ലെ. ഒരുപാട് പേഷ്യൻസ് ആയിരിക്കും വരുന്നത്, നമ്മളുടെ കൺട്രോളിൽ ഒരു ഹോസ്പിറ്റലിന് പരിധി ഉണ്ടായിരിക്കും. അതിൽ കൂടുതൽ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. The load of patients. Hospital disaster management gives opportunity to plan, prepare, underline chidukone. Hospital disaster management gives opportunity to plan, prepare, and when needed enables a rational response in the event of disasters or mass casualty incidents. MCI. അവിടെ വരാൻ അണ്ടർലൈൻ ചെയ്തേ, പറഞ്ഞുതരാം. ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ പ്ലാനില് ആ ഒരു മാനേജ്മെന്റ് കൃത്യമായി നമുക്ക് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം, നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം അല്ലെ. അങ്ങനെ പ്രിപ്പയർഡ് ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇവന്റ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെയുള്ള സിറ്റുവേഷൻ, മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് അല്ലെ. മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ MCI എന്ന് പറഞ്ഞുണ്ടോ, MCI എന്ന് കണ്ടോ, മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ്. അവിടെ വരെ അണ്ടർലൈൻ ചെയ്യട്ടോ. മാസ് കാഷ്വാലിറ്റി, മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ്. മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് എന്താ, എന്തിനെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഡിസാസ്റ്ററിനെ കുറിച്ച് അല്ലെ. ഇവിടെ മാസ് ഉദ്ദേശിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥകളാണ്. ആ ഒരു കാഷ്വാലിറ്റി ആ ഒരു സമയത്ത് ഒരുപാട് ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അത്തരത്തിൽ പേഷ്യൻസ്, ഒരുപാട് പേഷ്യൻസിന് ഒരേ ഗുരുതരാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ, അതിനെ നമ്മൾ മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് എന്ന് പറയുന്നത്. MCI. Disasters and mass casualties can lead to great confusion and inefficiency in the hospitals.
ഒരുപാട് പേഷ്യൻസിന്റെ ഫ്ലോ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവരെ മാനേജ് ചെയ്യാന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. We can overwhelm the hospital resources, staff, space and or supplies. Lack of any tangible plan to fall back upon in times of disaster leads to a situation where there are many sources of command, many leaders, and no united effort to solve the problem. അപ്പൊ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, അവിടെ വ്യക്തമായ ഒരു പ്ലാനിങ്ങിന്റെ ബേസിസിലായിരിക്കണം ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെ. കൃത്യമായ ലീഡേഴ്സ് ഉണ്ടായിരിക്കണം, അതിന്റെ സപ്ലൈസ് ഉണ്ടായിരിക്കണം, ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ ഏതൊക്കെ സപ്ലൈസ് ഏതൊക്കെ എക്യുപ്മെന്റ്സ് എത്തിക്കണം എന്ന കാര്യങ്ങള്, എത്ര സ്റ്റാഫ്സുകൾ അവൈലബിൾ ആയിരിക്കണം, ഏതൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാത്ത പക്ഷമാണ് ഹോസ്പിറ്റൽ ഇത്തരത്തിൽ പേഷ്യൻസ് വരുന്ന സമയത്ത് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത്. ഓക്കെ, അപ്പോ ഇവിടെ എന്താ പറയുന്നത്, therefore it's a necessary that all hospitals, എല്ലാ ഹോസ്പിറ്റലിലും എന്തായിരിക്കണം, എമർജൻസി പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലെ. ദുരന്ത നിവാരണ ഒരു പ്ലാൻ, അത് വ്യക്തമായിട്ട് ഒരു പ്രൈമറി പ്ലാൻ ഉണ്ടായിരിക്കണം. ഒരു പ്രൈമറി ഫീച്ചേഴ്സ് അടങ്ങിയ, അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് നമുക്ക് ഫസ്റ്റ് എയ്ഡിലായിട്ട് എന്തൊക്കെ കാര്യങ്ങള് ഒരു ഇൻസിഡന്റ് സംഭവിച്ചാലും നൽകാൻ കഴിയും എന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ എമർജൻസി പ്ലാൻ, ഒരു ആസൂത്രണം ഉണ്ടായിരിക്കണം അല്ലെ. എമർജൻസി ആയിട്ടുള്ള ഒരു ആസൂത്രണ പദ്ധതി, കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം ഒരു എമർജൻസി പ്ലാനിങ്ങില്? പ്രൈമറി ഫീച്ചേഴ്സ് ഓഫ് ഡിഫൈൻ ദ കമാൻഡ് സ്ട്രക്ചർ. ആ ഒരു കമാൻഡ് സ്ട്രക്ചറിൽ, ആ ഒരു പ്ലാനിങ്ങിന്റെ പേരാണ് കേട്ടോ. ആ കമാൻഡിൽ ആ നിർദ്ദേശങ്ങൾ എന്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം? And exploratory to disaster scenarios with well-defined job definitions once the disaster button is pushed. അതായത് ഈ പ്ലാൻ തയ്യാറാക്കുന്ന ആ ഒരു സെനാരിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെനാരിയോ ആ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഒരു സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയാം നമുക്ക്. ആ നിർദ്ദേശങ്ങൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ സമയത്ത് ആരൊക്കെ എവിടെയൊക്കെ വർക്ക് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡിസാസ്റ്റർ സെനാരിയോ, ഒരു ഫോർമാറ്റ്, ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് പോലത്തെ ഒരു രൂപം അല്ലെ, ഒരു രൂപരേഖ, എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ചെയ്യണം എന്ന് ബന്ധപ്പെട്ട ഒരു രൂപരേഖ ഉണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ട് വേണം എന്ത്, ആ ഒരു സമയത്ത് ആ ഒരു പ്ലാനിങ്ങിന് ശേഷം എന്താണ് അവിടെ ചെയ്യുന്നത്? ഡിസാസ്റ്റർ ബട്ടൺ ഈസ് പുഷ്ഡ്. ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് ഡിസാസ്റ്റർ ബട്ടൺ ഉണ്ടായിരിക്കും. പുഷ് ചെയ്യുന്ന സമയത്തായിരിക്കും അവിടെ ഡിസാസ്റ്റർ പ്ലാനുകൾ അല്ലെങ്കിൽ സ്റ്റാഫ്സുകൾ അവിടെ വർക്ക് ചെയ്യാൻ ആരംഭിക്കും. ഓക്കെ, വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കും. ആ പ്ലാനിങ്ങിൽ എന്താണ്, വിവിധ തരത്തിലുള്ള കമാൻഡ്സ് ഉള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നുള്ളത് കൃത്യമായി അതിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ചിട്ട് ആ സെനാരിയോ അനുസരിച്ചിട്ടായിരിക്കും ഹോസ്പിറ്റൽ സ്റ്റാഫ്സുകളും മറ്റ് പ്രവർത്തകരും എന്ത് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, കാര്യം പിടിയിട്ട് നമുക്ക് ഇതിലേക്കൊന്നും പിന്നീട് പോകുന്നില്ല, അതൊന്നും ഒരുപാട് പറയേണ്ട കാര്യമില്ല കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ഫേസസ് ഓഫ് ഡിസാസ്റ്റർ ആണ്. ദുരന്ത നിവാരണത്തിന്റെ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഒരു ഡിസാസ്റ്റർ കടന്നു പോകുന്നത്. ഓക്കെ, ഏതൊക്കെ ഘട്ടങ്ങളായിരിക്കാം? പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ഫേസ്, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. ഈ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെ ഫേസസ് ആണ്? പ്രീ ഡിസാസ്റ്റർ ഫേസ്. എന്താണ് പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞാല്? ദുരന്തത്തിന് മുൻപുള്ള ഫേസ് അല്ലെ, ആ ദുരന്തത്തിന് മുമ്പുള്ള ഒരു ഘട്ടമാണ് പ്രീ ഡിസാസ്റ്റർ. ആ സമയത്ത് എന്താണ്? ബിഫോർ ഡിസാസ്റ്റർ. ഇവാലുവേറ്റ് റിസ്ക് ആൻഡ് ട്രെയിനിങ് പീപ്പിൾ ബിഫോർ എ ഡിസാസ്റ്റർ ഹിറ്റ്സ്. ആ സമയത്ത് പ്രീ ഡിസാസ്റ്റർ ഫേസില് എന്തായിരിക്കും പ്രധാനമായി ചെയ്യുന്നത്? ആദ്യം തന്നെ ആ ദുരന്തത്തിന്റെ അല്ലെങ്കിൽ ആ ഡിസാസ്റ്ററിന്റെ റിസ്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. എത്രത്തോളം റിസ്കി ആണ് അതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുന്നത്. അവിടെയുള്ള സ്റ്റാഫുകൾക്ക് എന്താണ് ട്രെയിനിങ് കൊടുക്കുക, അതിനുള്ള ഒരു പരിശീലനം കൊടുത്തതിന് ശേഷമായിരിക്കും
ആദ്യത്തെ ഒരു ഘട്ടം പൂർത്തീകരിക്കുന്നത്. അല്ലെ, പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ എന്താണ് ഏത് തരത്തിലുള്ള ഒരു ദുരന്തമാണ്, ഏത് തരത്തിലുള്ള ഡിസാസ്റ്റർ ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, അതിൽ എന്തോരം റിസ്കുകൾ ഉണ്ടായിരിക്കും, എങ്ങനെയുള്ള സ്റ്റാഫുകളായിരിക്കണം അവിടെ പെരുമാറേണ്ടത്, എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള രീതിയിൽ പ്രത്യേക ട്രെയിനിങ് കൊടുക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് ഫേസ്. ഡിസാസ്റ്റർ ഫേസ്, ദുരന്തം സംഭവിക്കുന്ന ആ ഒരു സമയത്ത് അല്ലെ, എന്താണ് അത് പീരീഡ് വെൻ എ ഡിസാസ്റ്റർ ഈസ് ഡെവലപ്പിംഗ് അല്ലെ, ആ ദുരന്തം അവിടെ ഡെവലപ്പ് ചെയ്ത് വികസിച്ച് വരുന്ന ഒരു സമയത്ത് എന്താണ്, അതായത് ഒരു ദുരന്തം വികസിക്കുന്ന ഘട്ടമാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അല്ലെ. ആദ്യം പ്രീ ഡിസാസ്റ്റർ ഫേസ്, സെക്കൻഡ് വരുന്ന എന്താണ് ഡിസാസ്റ്റർ ഫേസ്, ദുരന്തം ആരംഭിക്കുന്ന ഘട്ടം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വികസിച്ചു വരുന്ന ഒരു ഘട്ടമാണ് ഡിസാസ്റ്റർ ഫേസ്. ദെൻ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്, എന്താണ് ദുരന്ത നിവാരണം ആഫ്റ്റർ ഡിസാസ്റ്റർ. ഓക്കെ, പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് വായിച്ചു നോക്കിയേ. എയും ബിയും ഒന്ന് വായിച്ചു നോക്കിയേ, എയും ബിയും വായിക്കേട്ടോ. ഓക്കെ, പ്രീ ഡിസാസ്റ്റർ ഫേസ് ഇതിനെ മൂന്നായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട് കേട്ടോ, എ ബി സി. എന്താണ് ഫസ്റ്റ് പ്ലാനിങ് അല്ലെ, ആസൂത്രണം. Most of the evaluation and planning is performed in the pre-disaster phase. Hospital plans are prepared. Like pre-disaster phase ആണ് നമ്മൾ ഒരു പ്ലാനിങ് തയ്യാറാക്കുന്നത് അല്ലെ, ഏത് രീതിയിലായിരിക്കണം അവിടെ പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളായിരിക്കണം അവിടെ തുടർ നടപടികളായിട്ട് നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് അവസാനിപ്പിക്കുന്നത് വ്യക്തമായ പ്ലാനിങ് പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് എന്താണ് ബി. ബി എന്താണ് പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ. പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ, നമ്മൾ നേരത്തെ എടുത്ത പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തില് അതെന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസാസ്റ്റർ സെനാരിയോ എന്ന് പറഞ്ഞില്ല, ആ ഒരു ഫോർമാറ്റിലേക്ക് അത് റിട്ടേൺ ചെയ്യുന്ന എഴുതുന്നു. അതായത് അത് എന്താണ് ഏതൊക്കെ നടപടികളാണെന്നുള്ളത് കൃത്യമായിട്ട് ആദ്യം പ്ലാൻ ചെയ്തിട്ട് അതെന്താണ് കൃത്യമായിട്ട് അത് ഏതൊക്കെയാണ് ആ ഒരു മാനുവലിൽ അത് രേഖപ്പെടുത്തുന്നത്. പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ. The hospital disaster plan has to be written down in a document, like written down in a document form, and copies of the same have to be available in all the area of the hospital. ആ റിട്ടേൺ ഫോം എന്താണ് എന്ത് ചെയ്യുന്നു, അതിൽ ഓരോ കോപ്പീസും ഹോസ്പിറ്റൽ എല്ലാ ഏരിയാസിലേക്കും എന്താണ് അവൈലബിൾ ആകുന്നത്, എല്ലാ ഏരിയാസിലേക്കും ആ പ്ലാൻ ചെയ്ത ഒരു സിനാരിയോന്റെ കോപ്പീസ് എല്ലാ ഏരിയയിലും അല്ലെ ഹോസ്പിറ്റലിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും എന്താണ് ഷെയർ ചെയ്യും. ഓക്കെ, അടുത്ത എന്താണ് സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇപ്പൊ പ്ലാനിങ് കഴിഞ്ഞു, പ്രിപ്പറേഷൻ കഴിഞ്ഞ ഒരു ഡിസാസ്റ്റർ മാനുവല് തയ്യാറാക്കപ്പെട്ടു, അതിനുശേഷം എന്താണ് സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. പിന്നെ എന്താ ചെയ്യുന്നത്, സ്റ്റാഫുകൾക്ക് വ്യക്തമായിട്ടുള്ള പരിശീലനങ്ങളും വ്യക്തമായ പരിശീലനം കൊടുക്കുന്നത് അല്ലെ സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതിന് വേണ്ട പരിശീലനങ്ങളും കൊടുക്കുന്നു. ഇറ്റ്സ് എ വെരി നെസസറി ഫോർ the staff to know about and get trained in using the hospital disaster emergency manual. ഹോസ്പിറ്റൽ എല്ലാ സ്റ്റാഫുകളും തന്നെ എന്താണ് ആ എമർജൻസി മാനുവലിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെ
അത് എന്തൊക്കെ രേഖപ്പെടുത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട എല്ലാ ട്രെയിനിങ്ങുകളും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അറിഞ്ഞിരിക്കണം. റെഗുലർ സ്റ്റാഫ് ട്രെയിനിങ് ബൈ ആപ്പ് ഡ്രിൽസ് ഷുഡ് ബി പെർഫോംഡ് ഇൻ ദിസ് ഫേസ്. അപ്പൊ അവിടെയുള്ള ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾക്ക് എന്താണ് ഒരു ഡ്രില്ല് കൊടുക്കുകയാണ്. അതായത് ആ ഒരു ദുരന്തം നടക്കുന്നതിന് മുമ്പായിട്ട് അവർ ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഒരു എന്താ ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ തന്നെ അല്ലെ, ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്താണ് ഒരു ഡ്രില്ല് കൊടുക്കും. ആ ഒരു ഫേസിൽ അവർ എങ്ങനെ പെർഫോം ചെയ്യണം, എങ്ങനെ എന്തിന്റെ കാര്യങ്ങൾ എവിടെയൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഡ്രില്ല് അവർക്ക് കൊടുക്കും. എന്തായാലും എന്താണ് അവിടെ പരിശീലനമാണ് കൊടുക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒരു ഡെമോൺസ്ട്രേഷൻ പോലത്തെ ഒരു ഡ്രില്ലാണ് അവർക്ക് കൊടുക്കുന്നത് റെഗുലർ സ്റ്റാഫ്സിന്. Once the disaster plan get ready, the next stage should be education and training of the staff of the hospital about the plan and specific roles of each staff member in an event of a disaster. പിന്നീട് എന്താണ് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും എന്താണ് വ്യക്തമായിട്ടൊരു ട്രെയിനിങ് കൊടുക്കുക. ഏതൊക്കെ റോൾ, ഏതൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള റോൾസ് ആരൊക്കെ ചെയ്യണം, ഏതൊക്കെ മെമ്പേഴ്സ് ചെയ്യണം, ഏതൊക്കെ ഡ്യൂട്ടീസ് ആരൊക്കെ ചെയ്യണം എന്നുള്ള വ്യക്തമായ റോൾസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിനുള്ള പരിശീലനങ്ങളും കൊടുക്കുന്നു. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, ഈ ഭാഗം അണ്ടർലൈൻ ചെയ്യണേ. സ്റ്റാഫ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്നുള്ള ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യണേ. Okay. Most of the existing categories of the health staff are needed to play a major role in the disaster management. ഏറ്റവും ഒരു മേജർ റോള് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് സ്റ്റാഫുകളാണ് അല്ലെ. മോസ്റ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് കാറ്റഗറീസ് of health staff are needed to play a major role in the disaster management. സ്റ്റാഫുകളാണ് ദുരന്ത നിവാരണത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ക്രൂഷ്യൽ റോള് കൈവരിക്കുന്നതും അവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരിക്കും ഹെൽത്ത് സ്റ്റാഫുകൾ തന്നെയാണ് അല്ലെ. All of them required to be ready for the necessary managerial and technical skill for the effective and systematic management of the disasters. എല്ലാവരും അവിടെയുള്ള എല്ലാ സ്റ്റാഫ്സുകളും തന്നെ എങ്ങനെയുള്ളതായിരിക്കണം? മാനേജറിക്കൽ അതായത് എങ്ങനെയാണ് ടെക്നിക്കലി സ്കിൽഡ് ആയിരിക്കണം അല്ലെ. ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടും അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും ഒരു ദുരന്തത്തെ അവിടെ എങ്ങനെ നേരിടാം എന്നുള്ള ഒരു പ്രിപ്പയർനെസ് ലഭിച്ചവരായിരിക്കും അല്ലെ. അത്തരത്തിലുള്ള പ്രിപ്പയർനെസ്, അത്തരത്തിലൊരു ട്രെയിനിങ് ആയിരിക്കും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അറേഞ്ച് ചെയ്യണേ. Technical skills for the effective and systematic management of the disasters. A hypothetical disaster drill is used to perfect a hospital response to a particular emergency situation. What is hypothetical disaster? എന്താണ് hypothetical disaster? ട്രെയിനിങ് കൊടുക്കുമ്പോ എങ്ങനെയായിരിക്കും കൊടുക്കുന്നത് അവർക്ക്? നമ്മൾ പറയില്ലേ ഡ്രില്ല് കൊടുക്കാന്ന് പറഞ്ഞില്ലേ, ഒരു ഡെമോൺസ്ട്രേഷൻ ഡ്രില്ല് കൊടുക്കാന്നൊക്കെ പറയില്ലേ, അതെങ്ങനെയാണ് ചെയ്യാ? ഹൈപ്പോത്തറ്റിക് എന്ന് വെച്ചാൽ സാങ്കല്പികമായിട്ടൊരു ഡിസാസ്റ്റർ ഉണ്ടായി എന്ന് വിചാരിക്കുക അല്ലെ. സാങ്കല്പികമായിട്ട് എന്താണ് ഒരു സിറ്റുവേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്കിപ്പോ എന്താണ് ആ സമയത്ത് അവരെങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെ, എങ്ങനെ ഒരു ഹോസ്പിറ്റലിലെ എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ഹൈപ്പോത്തറ്റിക് ഡിസാസ്റ്റർ ഡ്രില്ല് കൊടുക്കുന്നത്, ഒരു സാങ്കല്പിക ദുരന്ത നിവാരണ ഡ്രില്ല്. ഓക്കെ, സാങ്കല്പികമായിട്ട് ഒരു സിറ്റുവേഷൻ കൊടുക്കുകയാണ് ഹോസ്പിറ്റലിൽ. ആ ഒരു സമയത്ത് എങ്ങനെയൊക്കെ അവിടുത്തെ സ്റ്റാഫുകൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രില്ല് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ സിറ്റുവേഷൻസ് കൊടുക്കുമ്പോൾ ഏതൊക്കെ സ്റ്റാഫുകൾ എവിടെ പ്രവർത്തിക്കണം, ഏത് സമയത്ത് ഏതൊക്കെ മീൻസ് ഏതൊക്കെ സപ്ലൈസ് അവിടെ കൊടുക്കണം എന്നുള്ളത് അവർക്കൊരു എന്താണ് ഡെമോൺസ്ട്രേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, സാങ്കല്പികമായിട്ട് നമുക്ക് സങ്കല്പിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നു. അങ്ങനെ ഒരു പരിശീലനമായിരിക്കും അവിടെ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നത്. ഇഫക്റ്റീവ് ഡിസാസ്റ്റർ ഇവിടെ പറയുന്നുണ്ടല്ലോ, ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ drill is used to perfect a hospital response to a particular emergency situation. ഒരു പെർട്ടിക്കുലർ എമർജൻസി സിറ്റുവേഷൻസിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡ്രില്ല് അവർക്ക് കൊടുക്കുന്നത്, അതായത് സാങ്കല്പികമായിട്ടൊരു പരിശീലന വർക്ക് കൊടുക്കുന്നത്. ഓക്കെ,
കേട്ടിരിക്കുന്നുണ്ടോ? An effective disaster threat has to be realistic, interactive, and moderately stressful for the participants. അത് സാങ്കല്പികമായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നെങ്കിൽ എന്താണ് അത് ഇഫക്റ്റീവ് ആയിട്ട് തന്നെ ആയിരിക്കണം. നമ്മൾ അവിടെ പരിശീലന സമയത്താണെങ്കിൽ കൂടി എന്താണ് എഫക്റ്റീവ് ആയിട്ടായിരിക്കണം ആ ത്രെഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം സ്റ്റാഫുകൾ അവിടെ പ്രവർത്തിക്കേണ്ടത്. വളരെ ഇന്ററാക്റ്റീവ് ആയിരിക്കും. ഒരു സ്റ്റാഫും മറ്റൊരു സ്റ്റാഫ് തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കണം അല്ലെ. ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ദുരന്തം സംഭവിക്കുന്ന സമയത്ത് അവരോട് എന്ത് സംസാരിക്കണം, എന്ത് അവിടെ കൺവേർട്ട് ചെയ്യണം, എന്ത് കമാൻഡ് അവിടെ കൊടുക്കണം എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അത് റിയലിസ്റ്റിക് ആയിരിക്കണം, ഇന്ററാക്റ്റീവ് ആയിട്ടായിരിക്കണം ആ ഒരു പ്രിപ്പയർ ചെയ്യേണ്ടത്, സ്റ്റാഫുകളെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഒബ്ജക്റ്റീവ് ഓഫ് മോക്ക് ഡ്രിൽ. അപ്പൊ മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ സ്റ്റാഫുകൾക്ക് ഒരു മോക്ക് ഡ്രിൽ കൊടുക്കുക എന്ന് പറയുന്ന ലക്ഷ്യം എന്താണ്? Is to access the emergency preparedness plan of the organization and scrutinize standard operating procedure. ഇതിനാണ് മോക്ക് ഡ്രിൽ കൊടുക്കുക എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷ്യം എന്താണ്? അതായത് ഒരു ഓർഗനൈസേഷന് ഹോസ്പിറ്റലില് ഒരു അടിയന്തരാവസ്ഥ ഉണ്ടായി കഴിഞ്ഞാല് അത് ഏതൊക്കെ രീതിയിൽ എത്രത്തോളം സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചിട്ട് കൈകാര്യം ചെയ്യാം എന്നതിന് വേണ്ടിയിട്ടാണ് അവർക്കൊരു മോക്ക് ഡ്രിൽ പരിശീലനം കൊടുക്കുന്നത്. അതാണ് മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം കുറെ സ്റ്റാഫുകൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ സ്റ്റാഫുകളും ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് പറയാതെ വ്യക്തമായ പ്ലാനിങ് ഇല്ലാതെ നിൽക്കും. പക്ഷെ അതിന് മുന്നേ എന്താണ് അവർക്കൊരു വ്യക്തമായ പ്ലാനിങ്ങും ട്രെയിനിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവർ കൃത്യമായിട്ട് അവരുടെ ജോലി അല്ലെങ്കിൽ ഡ്യൂട്ടി എന്താണ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മാനേജ് ചെയ്യാനുള്ള പ്രാക്ടീസ് കൊടുക്കുക എന്നുള്ളതാണ് എന്താ മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യം. ഓക്കെ, so the concerned persons would perform their duties in an effective manner while keeping in a organized of life and property. എന്താണ് അപ്പൊ അവർ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ചെയ്യണമെങ്കിൽ എന്താണ് ലൈഫിന് അല്ലെ നമ്മുടെ ആ ജീവനും സ്വത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ആ സ്റ്റാഫുകൾക്ക് വ്യക്തമായ രീതിയിൽ അവിടെ പ്രവർത്തിക്കാൻ സാധിക്കൂ, പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അതാണ് പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്താണ്? പ്ലാനിങ് അല്ലെ, വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഏതൊക്കെ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ഏത് രീതിയിലായിരിക്കണം പ്രിപ്പയർ ആവാനുള്ളത് കുറച്ച് പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാൻ ചെയ്തത് എന്താണ്? അതിലൊരു റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ തയ്യാറാക്കണം. ഏതൊക്കെ അതായത് നിർദ്ദേശങ്ങൾ കമാൻഡ്സുകൾ അടങ്ങിയ കുറച്ച് ഒരു ഡോക്യുമെന്റ് ഫോം തയ്യാറാക്കണം. അത് ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയാസിലും എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കണം. എല്ലാ ഏരിയാസിലും എല്ലാ സ്റ്റാഫുകൾക്ക് അത് കിട്ടിയിരിക്കണം. എന്ത്? ആ ഒരു ഡിസാസ്റ്റർ മാനുവലിന്റെ ഡോക്യുമെന്റ്സ് എല്ലാ സ്റ്റാഫുകളുടെയും കയ്യിൽ എല്ലാ ഏരിയാസിലും ഉണ്ടായിരിക്കണം. പിന്നെ അതിനുശേഷമാണ് എന്താ സ്റ്റാഫ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ. സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഡിസാസ്റ്റർ മാനേജർ ആവുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലായിരിക്കണം അവര് പ്രവർത്തിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു മോക്ക് ഡ്രിൽ കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട എന്താണ് റെഗുലർ സ്റ്റാഫ്സിന് പ്രത്യേക ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു. പിന്നെന്താണ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രിൽ അവർക്ക് കൊടുക്കുന്നത്. സാങ്കല്പികമായിട്ടുള്ളൊരു പരിശീലന പദ്ധതി അല്ലെങ്കിൽ പരിപാടി അവർക്ക് കൊടുക്കുന്നു അല്ലെ. സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മോക്ക് ഡ്രിൽ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് ഹോസ്പിറ്റൽ സ്റ്റാഫ്സുകൾക്ക് കൃത്യമായിട്ട് ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് മോക്ക് ഡ്രിൽ സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, പരിശീലനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, അത്രയും മതി കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടോ? കൂടി പറയാമായിരുന്നു, വേണ്ട. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? പ്രീ ഡിസാസ്റ്റർ ഫേസ് ക്ലിയർ ആണോ? യെസ്.
ഓക്കെ. പ്രീ ഡിസാസ്റ്റർ ഫേസ് ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി, വേറെ ഒന്നുമില്ല കേട്ടോ. ഇമ്പോർട്ടന്റ് അതാണ്. പിന്നെ ഈ 3 ഡിസാസ്റ്റർ ഫേസസുകൾ ഏതൊക്കെയാന്ന് ഓർത്ത് വെക്കാം. പിന്നെന്താണ്, ഇവിടെ മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് എന്നുള്ള ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ചോദിക്കാറുണ്ട്. ഡിസാസ്റ്റർ പാരഡിഗം നോക്കി വെക്കാം കേട്ടോ. മേജർ ഡിസാസ്റ്ററുകളുടെ പേര് നോട്ട് ചെയ്യാം. ഇനി ഒരു 2 ചാപ്റ്ററും കൂടെ അല്ലേ നിങ്ങൾക്ക് എടുക്കാനുള്ളത്? ഇതല്ലാതെ ഒരു 2 ചാപ്റ്ററും കൂടെ അല്ലേ ഉള്ളൂ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒരു ചാപ്റ്ററോ പിന്നെ ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അതും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റേഴ്സ്, എന്റെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. അഡ്വാൻസിന് ഒരു ചാപ്റ്റർ കൂടെ ഉള്ളൂ തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ കോഴ്സസ് ഒക്കെ പതിയെ പതിയെ തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ക്ലാസ് ഒക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഹരികൃഷ്ണൻ ടൂറൊക്കെ കഴിഞ്ഞ് വന്നോ? കൃഷ്ണ, ഹരികൃഷ്ണൻ ട്രിപ്പിലാണ്. ഓക്കെ, ലീവ് ചെയ്തോളൂ കേട്ടോ നിങ്ങള്. താങ്ക് യു. ലൗണ്ടറി മിസ് ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.